വെൽക്കം, തഹ്മനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ഫോർ അയേൺ ആണ് കാണുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഇതിൽ നമ്മൾ IP 2018 ടെസ്റ്റ് മെത്തേഡ് കൂടി നമ്മൾ പറഞ്ഞു. നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് കണ്ടു, സൾഫേറ്റ് കണ്ടു. ഇവിടെ രണ്ടും ഒപ്പാലസൻസ് ഓർ ടർബിഡിറ്റി ഉണ്ടാക്കും. ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഒപ്പാലസൻസ് ഓർ ടർബിഡിറ്റി ഫോർമേഷൻ. പക്ഷേ ഇവിടെ ഇൻ അയേൺ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കളറാണ്. ദ കളർ പ്രൊഡ്യൂസ്ഡ് ആണ്, കളർ കമ്പാരിസൺ ആണ്. സോ ഇന്റൻസിറ്റി ഓഫ് ദ കളർ ഇൻ സ്റ്റാൻഡേർഡ് ഈസ് കമ്പയർഡ് വിത്ത് ദ ഇന്റൻസിറ്റി ഓഫ് ദ കളർ ഇൻ ടെസ്റ്റ്. സ്റ്റാൻഡേർഡും തമ്മിൽ കളർ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. സോ അപ്പൊ ആദ്യം റിയാക്ഷന്റെ തിയറി ഓർ പ്രിൻസിപ്പിൾ എന്താന്ന് പറയാം. സോ പ്രിൻസിപ്പിൾ എന്താണ്? ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള അയണിന് രണ്ട് ഫോമിലിരിക്കാം. അയൺ ക്യാൻ എക്സിസ്റ്റ് ഇൻ ടു, അത് ഫെറസ് ആകാം, Fe2+ ആണ് ഫെറസ്, ഓർ ഫെറിക് ആകാം, Fe3+. ഇതിൽ ഫെറസ്, ഇതാണ് ഫെറസ് ഇൻ അമോണിയാക്കൽ സൊല്യൂഷൻ ഓർ ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ. ആൽക്കലൈൻ സൊല്യൂഷനിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അമോണിയ ആഡ് ചെയ്യാം. സോ അമോണിയാക്കൽ സൊല്യൂഷൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? പ്ലസ് തയോഗ്ലൈക്കോളിക് ആസിഡുമായിട്ട് ചേരുന്നു. തയോഗ്ലൈക്കോളിക് ആസിഡുമായിട്ട് ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും അല്ലെങ്കിൽ ചീലേറ്റ് ഫോം ചെയ്യും. ഇതിന്റെ പേര് ഫെറസ് തയോഗ്ലൈക്കോലേറ്റ് എന്നാണ്. സോ ദിസ് ഇസ് ചീലേറ്റ് ഓർ ഇറ്റ്സ് എ കോംപ്ലക്സ്. ഈ കോംപ്ലക്സിന് ഒരു കളർ ഉണ്ട്. കളറ് പെയിൽ പിങ്ക് ആകാം, പെയിൽ പിങ്ക് ആകാം, അല്ലെങ്കിൽ ഡീപ് റെഡിഷ് പർപ്പിൾ കളർ ആകാം. സോ ഈ കളറാണ് നമ്മൾ സ്റ്റാൻഡേർഡിന്റെയും സ്റ്റാൻഡേർഡ് ആൻഡ് ടെസ്റ്റുമായിട്ട് നമ്മളിങ്ങനെ നോക്കും. സോ ഇതിനൊരു സ്റ്റാൻഡേർഡ് കളർ ഉണ്ട്, അതാണ് ഈ കളർ. ഇത് കൂടുതലാണ്, ദിസ് ഈസ് ഹാവിംഗ് മോർ മീൻസ് ലിമിറ്റ് ടെസ്റ്റ് ഔട്ടായി, പാസ്സായില്ല. കുറവാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ലെസ് ലിമിറ്റ് ടെസ്റ്റ് ഈസ് ഓഫ്. സോ ഇതാണ് ബേസിക്. സോ ഇനി നമുക്ക് റിയാക്ഷൻ പറയാം. റിയാക്ഷൻ നമ്മൾ പറയുമ്പോൾ ഫെറസ് ടു Fe2+ ഇൻ അമോണിയാക്കൽ സൊല്യൂഷൻ ആണ്, ഓർ ആൽക്കലൈൻ നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പ്ലസ് രണ്ട് തയോഗ്ലൈക്കോളിക് ആസിഡുമായിട്ട് ചേരണം. സോ തയോഗ്ലൈക്കോളിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ CH2SH, ഓക്കെ, COOH. സോ ഇതാണ്. അപ്പൊ രണ്ടെണ്ണം വേണം. രണ്ടെണ്ണം ചേരുമ്പോൾ നമുക്ക് അതിന്റെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അത് നമുക്ക് ഇങ്ങനെ എഴുതാം. അയൺ നമുക്ക് നടുവിൽ എഴുതാം. ഓക്കെ, അയൺ നടുവിൽ എഴുതുകയാണെങ്കിൽ ഇതാ ഇവിടെ ആദ്യം ഈ COOHലെ H മാറിയിട്ട് അവിടെയാണ് പിടിക്കുക. അപ്പൊ OOC, CH2SH ആണ് അല്ലെ, SH. അപ്പൊ ഇവിടെയും അങ്ങനെയാണ് ഒരു റിയാക്ഷൻ നടക്കേണ്ടത്, OOC CH2SH. ഇതാണ് ആദ്യം നടക്കുന്ന റിയാക്ഷൻ. ദെൻ ഇറ്റ് ഫോംസ് എ കോഓർഡിനേറ്റ് ബോണ്ട്. ഈ എസ് സൾഫർ ഇവിടെ അയണുമായിട്ട് കോഓർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം ഉണ്ടാകുക. സോ ഇതാണ് എന്ത്, ഫെറസ് തയോഗ്ലൈക്കോളേറ്റ് എന്ന് പറയുന്ന സംഭവം. ഇതാണ്, ഇതിനാണ് ഈ കളർ എന്താണ്, ഡീപ് റെഡ് പർപ്പിൾ ഓർ പെയിൽ പിങ്ക് ടു കളർ. ആ കളർ ഫോം ചെയ്യുന്നത് ഇതാണ്. ഇത് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് Fe2+ 2H CH2COOH എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ടാവണം, FeSH2CH2COO twice plus 2H+. ഓക്കെ, കോംപ്ലക്സ് ചീലേറ്റ്. സോ ഇതാണ് കോംപ്ലക്സ് ചീലേറ്റ്. ഞാൻ ഇത് ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല. 2H+. നമുക്ക് എന്തിനായിരുന്നു തയോഗ്ലൈക്കോളിക് ആസിഡ് ആഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇതാണ് ഫെറസ് with the thioglycolic acid at chelate. So അതാണ് one is chelate formation. Okay, രണ്ടാമത്തെ thioglycolic acidന്റെ ആക്ഷൻ, thioglycolic acidന്റെ ആക്ഷൻ എന്ന് പറയുന്നത് Fe3+ ഉണ്ടെങ്കിൽ അതിനെ Fe2+, ഫെറിക് ഉണ്ടെങ്കിൽ അതിനെ ഫെറസ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. സോ റെഡ്യൂസ് ടു ഫെറസ് ഫോം, അതാണ് മറ്റൊരു ആക്ഷൻ. ഇനി നമ്മളിവിടെ പറഞ്ഞില്ല എങ്കിലും വി ആഡ് വൺ മോർ തിങ്. അതിന്റെ പേര് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൽ പറയാം 20% സിട്രിക് ആസിഡ് ആൻഡ് ഫ്രീ സിട്രിക് ആസിഡ് ആണ്. സോ അത് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അമോണിയാക്കലാക്കുമ്പോൾ ഈ അമോണിയം അയേണുമായിട്ട് ചേർന്നിട്ട്, അമോണിയ അയേണും പ്ലസ് അമോണിയം കൂടി ചേർന്നിട്ട് ഒരു പ്രിസിപ്പിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രിസിപ്പിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് അയേണും സിട്രിക് ആസിഡും ചേർന്നിട്ട് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാകും. അപ്പോഴത്തേക്കും ഈ സംഭവം ഒഴിവായി കിട്ടും. അയേണും അമോണിയം തമ്മിലുള്ള റിയാക്ഷൻ ഒഴിവായി കിട്ടും. ഇനി എന്തിനാണ് ഈ അമോണിയാക്കൽ സൊല്യൂഷൻ? മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇതാണ്. അമോണിയാക്കൽ സൊല്യൂഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആൽക്കലൈൻ സൊല്യൂഷനിലാണ് ഇത് കളർ ഫോം ചെയ്യുക. ഈ സംഭവം ഉണ്ടാവുക ആൽക്കലൈൻ സൊല്യൂഷനിലാണ്. സോ ആൽക്കലൈൻ സൊല്യൂഷനിൽ നല്ല കളർ ഉണ്ടാകും. സോ അതിനാണ് അമോണിയ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് പ്രൊസീജിയർ പറയണം. പ്രൊസീജിയർ നമുക്ക് ആദ്യം തന്നെ രണ്ട് നെസ്ലേഴ്സ് സിലിണ്ടർ എടുക്കുന്നു. ഇവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് സ്റ്റാൻഡേർഡ്. ഇത് ടെസ്റ്റ്. രണ്ട് 50 ml നെസ്ലർ സിലിണ്ടർ ആണ്. സ്റ്റാൻഡേർഡിൽ ടു ദ സ്റ്റാൻഡേർഡ് ആദ്യം നമ്മൾ 2 ml സ്റ്റാൻഡേർഡ്
സ്റ്റാൻഡേർഡ് അയൺ സൊല്യൂഷൻ എടുക്കും. സ്റ്റാൻഡേർഡ് അയൺ സൊല്യൂഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ 0.1726 ഫെറിക് അമോണിയം സൾഫേറ്റ് എടുക്കുക. അത് 10 ml 0.1 നോർമൽ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് 1000 ml ആക്കുക. 1000 ml ആക്കി അതിൽ നിന്ന് നമ്മൾ 2 ml അതിൽ നിന്നാണ്. സോ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് 2 ml നമ്മൾ ചെയ്യാറില്ല, ഇത് ലാബിലെ ആൾക്കാരായിരിക്കും ചെയ്യുക. അതിൽ നിന്ന് 2 ml ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇവിടെയോ, ഇവിടെ എപ്പോഴും നമ്മൾ സ്പെസിഫൈഡ് എമൗണ്ട് എന്നാണ് പറയുക. നമ്മൾ ഏത് സാധനമാണ് എടുക്കുക അതിന്റെ സ്പെസിഫൈഡ് എമൗണ്ട്. സാധാരണ രീതിയിൽ 1 gram എടുത്തിട്ട് 10 ml ഡിസോൾവ് ചെയ്യായിരിക്കും സാധാരണ രീതിയിലൊക്കെ ചെയ്യുക. ഓക്കെ, ആൻഡ് രണ്ടും 40 ml ആക്കുക. സോ ആദ്യം ഇവിടെ ഇട്ടു, ഇത് ഇവിടെ ഇട്ടു, ദെൻ മേക്ക് ഇറ്റ് ടു 40 ml 40 ml നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് 2 ml 2 ml 20% സിട്രിക് ആസിഡ് ആഡ് ചെയ്യുക. അയൺ ഫ്രീ സിട്രിക് ആസിഡ്, എല്ലാം അയൺ ഫ്രീ ആയിരിക്കണം. ഇവിടെയും അത് തന്നെ സെയിം ആണ്. ദെൻ 0.1 ml or 2 or 3 drops of thioglycolic acid ആഡ് ചെയ്യുന്നത് രണ്ടും. ആൻഡ് ആഡ് അമോണിയ സൊല്യൂഷൻ. അമോണിയ സൊല്യൂഷൻ ഇത്ര ml എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ടു മേക്ക് ഇറ്റ് ആൽക്കലൈൻ. ലിറ്റ്മസ് പേപ്പർ ഇട്ട് ആൽക്കലൈൻ ആയോ എന്ന് നോക്കാം. ഓക്കെ, അതുവരെ ആൽക്കലൈൻ ആവുന്നത് വരെ അമോണിയ ഇവിടെയും ആഡ് ചെയ്യുക. ദെൻ മേക്കപ്പ് ടു 50 ml ആക്കുക. 50 ml ആക്കുക, ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. കളർ ഫോം ചെയ്യുന്നു. സോ കളർ ഇവിടെ ഉണ്ടാകും, കളർ ഇവിടെ ഉണ്ടാകും. സോ ബോത്ത് സൈഡ്സ് ദർ ബി കളർ. ഇവിടെ ഉള്ളത് സ്റ്റാൻഡേർഡ് കളറാണ്. ഇവിടെ വേണമെങ്കിൽ കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇഫ് ഇറ്റ് ഇൻക്രീസസ് ടെസ്റ്റ് ഫെയിൽ ആയി, ഇഫ് ഇറ്റ് ഡിക്രീസ്ഡ് ആണ് കുറവാണെങ്കിൽ ടെസ്റ്റ് പാസ്സായി. ഓക്കെ, ആൻഡ് കളർ നോക്കുക. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടോ നോക്കുക. കളർ കമ്പാരിസൺ ഈസ് ഫ്രം എബവ്. മുകളിൽ നിന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് നമ്മൾ കളർ കമ്പാരിസൺ ചെയ്യുക. ഇനി IP 2018 സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ അതിന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 20 ppm ആണ്. 20 parts per million അയൺ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം ആഡ് ചെയ്യുക. അവിടെ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. 2 ml സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ദെൻ 2 ml 20% സിട്രിക് ആസിഡ് ആഡ് ചെയ്യുക. ദെൻ 1 drop or few drops of thioglycolic acid ആഡ് ചെയ്യുക. അമോണിയ ആക്കലാക്കുക, 50 ആക്കുക. ഇതെല്ലാം സെയിം ആണ്. ഇവിടെ നമ്മൾ 0.1726 എടുക്കുന്നു. ഫെറിക് അമോണിയം സൾഫേറ്റ് തന്നെയാണ് എടുക്കുക. അത് 0.5 മോളാർ H2SO4 ആഡ് ചെയ്യുക. ദെൻ അത് 100 ml ആക്കുന്നു. അതിൽ നിന്ന് 1 ml എടുക്കുന്നു. 1 ml എടുത്തിട്ട് 10 ml ഡിസ്റ്റിൽ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നാണ് നമ്മൾ 2 ml സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എടുക്കുക. സോ ഇതാണ് IP 2018 സംഭവം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.